ഹലോ, മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഇണ്ടേറിയപ്പാണ് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. സ്പെഷ്യലായിട്ട് നമ്മൾ പെസഹ വ്യാഴാഴ്ചന് പാൽക്കുറുക്കിൻ്റെ ഒപ്പമാണ് കേട്ടോ ഈ ഇണ്ടേറിയപ്പം നമ്മൾ കഴിക്കാറുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണിത്. ഇത് പെസഹ വ്യാഴാഴ്ച മാത്രമല്ല, മക്കൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടിയാണ് കേട്ടോ. സ്പെഷ്യലാണ് തൃശ്ശൂർക്കാരുടെ ഇണ്ടേറിയപ്പം. മറ്റ് അപ്പത്തിനേക്കാളൊക്കെ ഒരു പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു അര കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് തന്നെയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഉഴുന്ന് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യാം. 2-3 പ്രാവശ്യം നമുക്ക് ഈ ഉഴുന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അഴുക്ക് പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. 2 മണിക്കൂർ മാക്സിമം മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് അതിലും കൂടുതൽ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. ഞാനിവിടെ കറക്റ്റ് 2 മണിക്കൂർ മാത്രമാണ് കേട്ടോ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉഴുന്ന് 2 മണിക്കൂർ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഏകദേശം 2 മണിക്കൂർ ആവും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം ഇതിൽ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പകുതി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി വെള്ളം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വേഗത്തിൽ തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് അത് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതേ ഞാനിവിടെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിക്ക് തന്നെയാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഈ മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടോ, നല്ല കട്ടിക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ട് നമുക്ക് മാവ് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഫൈനായിട്ട് കിട്ടിയിട്ട്. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. നൈസ് പൊടി, അതായത് നമ്മൾ പത്തിരിക്ക്, നൂലപ്പത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത് വെച്ച പാക്കറ്റിൽ മേടിക്കുന്ന പൊടിയോ അല്ലെങ്കിൽ നമ്മൾ മില്ലിൽ പൊടിച്ച പൊടിയോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ മില്ലിൽ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് 1/2 കപ്പ് ഉഴുന്നിനെ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണേ. ഏത് കപ്പിലാണോ നിങ്ങൾ അളവെടുത്തത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നിന് 1 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിവിടെ അരമുറി നാളികേരം ആവശ്യമുണ്ട്. അതിലൊരു 1/4 ഭാഗം ഞാനിവിടെ നാളികേര കുത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ചെരുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇണ്ടേറിയപ്പത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കളർ മഞ്ഞ കളറായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരിപ്പൊടിയും നമ്മുടെ മാവും എല്ലാം കൂടി ഞാനത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ അരച്ച് വെച്ച നമ്മുടെ നാളികേരവും ജീരകവും മഞ്ഞളൊക്കെ ഇട്ട് അരച്ച് നന്നായിട്ട് കൊണ്ടുവന്ന് അതും കൂടി മിക്സ് ചെയ്ത് നല്ല കൈ വെച്ച് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഉപ്പും എല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം ഇങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞാനിവിടെ പാകത്തിന് ദോശമാവിൻ്റെ ഇതിലാണ് കേട്ടോ നമുക്ക് വെള്ളം വേണ്ടത്. ആ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നാളികേരവും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ചിഞ്ചിട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മുടെ നാളികേരക്കുത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു 1/4 ഭാഗം നാളികേരക്കുത്ത്. ഇതിലേക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/4 ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കളറ് മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഞാനത് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ അതേ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ അതേ നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് മാവിലേക്ക് ഇട്ടു കേട്ടോ. അതിന് ശേഷം 20 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 20 ചുവന്നുള്ളി നല്ല ചെറിയ പീസാക്കി ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് എടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതും ശ്രദ്ധിക്കുക, നന്നായിട്ട് കരിഞ്ഞു പോയരുത്. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5-6 കറിവേപ്പില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആ ചുവന്നുള്ളിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ ഈ മാവിലോട്ട് വെളിച്ചെണ്ണ മാറ്റി വയ്ക്കുന്നുണ്ട്.
ചുവന്നുള്ളിയും ഈ വേപ്പിലയും മാത്രമാണ് കേട്ടോ മാവിലിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഈ ചുവന്നുള്ളിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വേപ്പിലും എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയാണ് കേട്ടോ, മാവ് സെറ്റാണ്. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നല്ല ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഒന്നല്ല, സാധാരണ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുവന്നുള്ളിയും നാളികേരമൊക്കെ വറുത്തെടുത്ത് ആ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ മാവ് കോരി വീതുന്നുണ്ട്. കോരി വീതിട്ട് സാധാരണ നമ്മൾ ദോശയൊക്കെ ചുണ്ടോടെ നൈസാക്കിയിട്ട് ചെറിയതായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതേ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല മുരിഞ്ഞ് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേവൂല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നുണ്ട്, അതിൽ തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് മൊരിച്ചെടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇണ്ടേറിയപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പാൽക്കുറുക്കിൽ മുക്കി തിന്നാൻ ഏറ്റവും ബെസ്റ്റ് ഇണ്ടേറിയപ്പം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈൽ ഇണ്ടേറിയപ്പാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇണ്ടേറിയപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും ആശംസകൾ നേരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.